നമസ്കാരം. അന്താരാഷ്ട്ര സൈനിക തന്ത്രങ്ങളിലും വ്യോമസേനാ ചരിത്രത്തിലും ഒഴിവാക്കാൻ സാധിക്കാത്ത സ്ഥാനമാണ് ബോംബർ വിമാനങ്ങൾക്കുള്ളത്. ശത്രുരാജ്യങ്ങളുടെ ആഴത്തിലുള്ള പ്രതിരോധ നിരകളെ ഭേദിച്ച് തന്ത്രപ്രധാനമായ സൈനിക താവളങ്ങൾ, ആയുധപ്പുരകൾ, അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ തകർക്കാൻ ലക്ഷ്യമിട്ടാണ് ബോംബർ വിമാനങ്ങൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഒന്നാം ലോകമഹായുദ്ധത്തിൻ്റെ അവസാന ഘട്ടങ്ങളിൽ പ്രാഥമിക രൂപത്തിൽ രംഗപ്രവേശനം ചെയ്ത ഇത്തരം വിമാനങ്ങൾ രണ്ടാം ലോക മഹായുദ്ധത്തിലും തുടർന്നുള്ള ശീതയുദ്ധ കാലഘട്ടത്തിലും ആഗോള പ്രതിരോധ സമവാക്യങ്ങളെ പൂർണ്ണമായും തിരുത്തിക്കുറിച്ച് ശക്തിയായി മാറി. പോർവിമാനങ്ങൾക്ക് സാധാരണയായി എത്തിപ്പെടാൻ കഴിയാത്ത ദൂരങ്ങളിലേക്ക് വൻതോതിൽ സ്ഫോടക വസ്തുക്കളും അതിനൂതന മിസൈലുകളും വഹിച്ചുകൊണ്ട് പറക്കാൻ കഴിയുന്നു എന്നതാണ് ബോംബർ വിമാനങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത. വ്യോമാക്രമണങ്ങളിലൂടെ യുദ്ധത്തിൻ്റെ ഗതി തന്നെ മാറ്റാൻ ശേഷിയുള്ള ഇത്തരം വിമാനങ്ങൾ ആധുനിക യുദ്ധമുറകളിൽ തന്ത്രപരമായ മുൻതൂക്കം നൽകുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. ആധുനിക സുരക്ഷാ വിശകലനത്തിൽ ബോംബർ വിമാനങ്ങളുടെ ഏറ്റവും വലിയ പ്രാധാന്യം അവ നൽകുന്ന തന്ത്രപരമായ തടസ്സശേഷിയാണ്. അതായത് ഒരു രാജ്യത്തിൻ്റെ പക്കൽ ശക്തമായ ദീർഘദൂര ബോംബർ വ്യൂഹം ഉണ്ടെന്ന വസ്തുത ശത്രുരാജ്യങ്ങളെ ആക്രമണ നീക്കങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പ്രാപ്തമാണ്. ആണവായുധങ്ങൾ വഹിക്കാൻ ശേഷിയുള്ള B-2 സ്പിരിറ്റ്, B-52 സ്ട്രാറ്റോഫോർട്ടസ് അല്ലെങ്കിൽ റഷ്യയുടെ ടൂപ്പലേവ് Tu-160 തുടങ്ങിയ തന്ത്രപ്രധാന ബോംബറുകൾ ഏതു സമയത്തും ശത്രുവിൻ്റെ ഭൂപ്രദേശങ്ങളിലേക്ക് കടന്നുകയറി മാരകമായ ആക്രമണം നടത്താൻ പ്രാപ്തമാണ്. ഇത്തരത്തിലുള്ള പേടിപ്പിക്കുന്ന സാന്നിധ്യം ആഗോളതലത്തിൽ ഒരു ശക്തി സന്തുലനം നിലനിർത്താൻ വൻ ശക്തികളെ സഹായിക്കുന്നുണ്ട്. കരയിലെയും കടലിലെയും ലക്ഷ്യങ്ങളെ ഒരേ സമയം തകർക്കാൻ കഴിയുന്ന ഈ വിമാനങ്ങൾ രാജ്യത്തിൻ്റെ തന്ത്രപരമായ പ്രതിരോധത്തിൻ്റെ പ്രധാന ആണിക്കല്ലാണ്. വ്യോമസേനയുടെ പരിമിതമായ മൾട്ടി റോൾ പോർ വിമാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ബോംബറുകളുടെ പ്രധാന മേന്മ അവയുടെ ഉയർന്ന പേലോഡ് ശേഷിയും ദീർഘദൂര പറക്കൽ ശേഷിയുമാണ്. ഇന്ധനം നിറയ്ക്കാതെ തന്നെ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ സഞ്ചരിക്കാനും ആകാശത്ത് വച്ച് ഇന്ധനം നിറച്ച് ഭൂഗോളത്തിൻ്റെ ഏത് കോണിലും ആക്രമണം നടത്താനും ഇവയ്ക്ക് സാധിക്കും. സാധാരണ പോർ വിമാനങ്ങൾക്ക് വഹിക്കാനാകുന്നതിൻ്റെ 5 ഇരട്ടിയോളം ആയുധങ്ങൾ ഒരേ സമയം വഹിക്കാൻ കഴിയുന്നതിനാൽ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ശത്രുവിൻ്റെ ഭൂരിഭാഗം സൈനിക ശേഷിയും നശിപ്പിക്കാൻ ബോംബർ വിമാനങ്ങൾക്ക് സാധിക്കും. ലേസർ നിയന്ത്രിത ബോംബുകൾ, സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകൾ, ആഴത്തിൽ തുളച്ചു കയറുന്ന ബങ്കർ ബസ്റ്ററുകൾ എന്നിവ കൃത്യതയോടെ വിന്യസിക്കുവാൻ ഈ വിമാനങ്ങൾക്ക് സാധിക്കുന്നത് ആധുനിക യുദ്ധങ്ങളിൽ നിർണായകമാണ്. റഷ്യൻ വ്യോമസേനയുടെ കരുത്തുറ്റ തന്ത്രപ്രധാന ബോംബറുകളിൽ ഒന്നാണ് സുഖോയ് Su-34 ഫുൾ ബാക്ക്. ദീർഘദൂര ആക്രമണങ്ങൾക്കും ശത്രുരാജ്യങ്ങളുടെ പ്രതിരോധ നിര തകർത്ത് ഉള്ളിലേക്ക് കടന്നുകയറി ആക്രമണം നടത്തുന്നതിനും വിദഗ്ധമായി രൂപകൽപ്പന ചെയ്ത ഒന്നാണിത്. ദശാബ്ദങ്ങളായി റഷ്യൻ സൈനിക സാങ്കേതിക വിദ്യകളെയും ആയുധങ്ങളെയും വൻതോതിൽ ആശ്രയിക്കുന്ന ചരിത്രമാണ് ഇന്ത്യക്കുള്ളതെങ്കിലും ഈ അത്യാധുനിക ബോംബറിനെ സ്വന്തം വ്യോമസേനയുടെ ഭാഗമാക്കാൻ ഇന്ത്യ ഒരിക്കലും ഗൗരവമായി ആലോചിച്ചിരുന്നില്ല. പകരം നിലവിലുള്ള സുഖോയ് Su-30 Mk പോർ വിമാനങ്ങളെ കൂടുതൽ ശക്തമാക്കാനും അവയുടെ എണ്ണം കൂട്ടാനുമാണ് ഇന്ത്യ തീരുമാനിച്ചത്. Su-34 വിമാനത്തിൻ്റെ പ്രവർത്തനക്ഷമതയോ സാങ്കേതിക മികവോ കുറവായതുകൊണ്ടല്ല ഇന്ത്യ ഈ നീക്കം നടത്തിയത്. മറിച്ച് ഇന്ത്യയുടെ സൈനിക തന്ത്രങ്ങൾ, നിലവിലുള്ള വ്യോമസേനാ വ്യൂഹം, ഭാവിയിലെ ആധുനികവൽക്കരണ ലക്ഷ്യങ്ങൾ എന്നിവയ്ക്ക് ഈ വിമാനം അനുയോജ്യമായിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. Su-34 വിമാനം ഇന്ത്യ നിരസിച്ചതിന് പിന്നിലെ പ്രധാന കാരണം സുഖോയ് 30 Mk വിമാനങ്ങൾ നൽകിയ വൻ വിജയമാണ്. 2000ൻ്റെ തുടക്കത്തിൽ ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമായ Su-30 Mk ഒന്നിലധികം ദൗത്യങ്ങൾ ഒരുപോലെ നിർവഹിക്കാൻ ശേഷിയുള്ള മൾട്ടി റോൾ പോർ വിമാനമായിട്ടാണ് വികസിപ്പിച്ചെടുത്തത്. Su-34 പ്രധാനമായും കരമാർഗമുള്ള ആക്രമണ കേന്ദ്രീകൃത ദൗത്യങ്ങൾ മാത്രം നിർവഹിക്കുമ്പോൾ Su-30 Mk വിമാനങ്ങൾക്ക് ആകാശ മേധാവിത്വം ഉറപ്പാക്കാനും കടൽ മാർഗമുള്ള ആക്രമണങ്ങൾ നടത്താനും ബോംബർ വിമാനങ്ങൾക്ക് അകമ്പടി സേവിക്കാനും കൃത്യതയാർന്ന ബോംബാക്രമണങ്ങൾ നടത്താനും സാധിക്കും. 2 ശത്രു രാജ്യങ്ങളിൽ നിന്നും ഒരേ സമയം വെല്ലുവിളി നേരിടാൻ സാധ്യതയുള്ള ഇന്ത്യയെ സംബന്ധിച്ച് ഇത്തരമൊരു ബഹുമുഖ ശേഷിയുള്ള വിമാനമാണ് അത്യാവശ്യമായിരുന്നത്. ആയുധശേഷിയുടെ കാര്യത്തിൽ
Su-34 വിമാനത്തേക്കാൾ ഒട്ടും പിന്നിലല്ല Su-30 MKI. 2 വിമാനങ്ങൾക്കും 8 ടൺ വരെ ഭാരമുള്ള ആയുധങ്ങൾ വഹിക്കാനും ഒരേപോലെയുള്ള ദൂരപരിധിയിൽ പറക്കാനും സാധിക്കും. ഇതിനു പുറമെ ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ചെടുത്ത ഭാരമേറിയ ബ്രഹ്മോസ് A സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ Su-30 MKIയിൽ വിജയകരമായി ഘടിപ്പിക്കാൻ HALന് കഴിഞ്ഞിട്ടുണ്ട്. 2.5 ടൺ ഭാരമുള്ള ഈ മിസൈൽ ഘടിപ്പിച്ചതോടെ 300 മുതൽ 400 കിലോമീറ്ററിലധികം ദൂരത്തിലുള്ള ശത്രു ലക്ഷ്യങ്ങളെ കൃത്യമായി തകർക്കാനുള്ള ശേഷി ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ലഭിച്ചു. ഇത് ഒരു പ്രത്യേക ബോംബർ വിമാനം നൽകുന്നതിനേക്കാൾ ഉയർന്ന പോരാട്ട ശേഷിയാണ് ഭാരതത്തിന് നൽകിയത്. നേർക്കുനേർ പോരാട്ടത്തിൽ Su-34നേക്കാൾ വൻ മുൻതൂക്കം Su-30 MKI വിമാനങ്ങൾക്കുണ്ട്. കുറഞ്ഞ ഉയരത്തിൽ പറന്ന് ബോംബാക്രമണം നടത്താൻ രൂപകൽപ്പന ചെയ്ത Su-34 കട്ടിയുള്ള കവചങ്ങളും അടുത്തടുത്തുള്ള പൈലറ്റ് സീറ്റുകളും കാരണം ഭാരമേറിയതും വായുവിൽ പെട്ടെന്ന് അഭ്യാസ പ്രകടനങ്ങൾ നടത്താൻ കഴിയാത്തതുമാണ്. എന്നാൽ അതിർത്തികളിൽ ഉയർന്ന വ്യോമഭീഷണികൾ നേരിടുന്ന ഇന്ത്യക്ക് വേഗതയും ശത്രുവിമാനങ്ങളുമായി നേരിട്ട് ഏറ്റുമുട്ടാനുള്ള കഴിവുമുള്ള പോർവിമാനങ്ങളാണ് കൂടുതൽ ആവശ്യമുള്ളത്. ചരിത്രപരമായ വികസന കാലതാമസവും ഈ തീരുമാനത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയെ തുടർന്ന് Su-34 വിമാനത്തിൻ്റെ വികസനം പതിറ്റാണ്ടുകളോളം തടസ്സപ്പെടുകയും 2014 മാത്രം റഷ്യൻ സേനയുടെ ഭാഗമാവുകയും ചെയ്തു. എന്നാൽ ഈ കാലയളവിൽ ഇന്ത്യ Su-30 MKI പദ്ധതിയിൽ വൻതുക നിക്ഷേപിക്കുകയും HAL വഴി പ്രാദേശിക ഉൽപ്പാദനം ആരംഭിക്കുകയും ഫ്രഞ്ച്, ഇസ്രയേലി, ഇന്ത്യൻ സാങ്കേതിക വിദ്യകൾ കൂട്ടിച്ചേർത്ത് വിമാനം നവീകരിക്കുകയും ചെയ്തിരുന്നു. Su-34 സജ്ജമായപ്പോഴേക്കും ഇന്ത്യക്ക് 260-ലധികം Su-30 MKI വിമാനങ്ങൾ ഉണ്ടായിരുന്നു. ഈ ഘട്ടത്തിൽ ഒരു പുതിയ റഷ്യൻ ബോംബർ വാങ്ങുന്നത് അനാവശ്യമായ സാമ്പത്തിക ബാധ്യതയും അറ്റകുറ്റപ്പണി സങ്കീർണതകളും ഉണ്ടാക്കുമായിരുന്നു. കൂടാതെ റഷ്യയിൽ നിന്നുള്ള ആയുധ ഇറക്കുമതി കുറയ്ക്കാനും മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള സാങ്കേതിക വിദ്യകൾ സ്വീകരിക്കാനും ഇന്ത്യ തീരുമാനിച്ച കാലഘട്ടമായിരുന്നു അത്. ഫ്രാൻസിൽ നിന്ന് റഫാൽ വിമാനങ്ങൾ വാങ്ങിയതും തദ്ദേശീയമായി തേജസ്, AMCA എന്നിവ വികസിപ്പിക്കുന്നതും ഈ തന്ത്രത്തിൻ്റെ ഭാഗമായിരുന്നു. അതോടൊപ്പം ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളും Su-34ന് അനുകൂലമായിരുന്നില്ല. ദീർഘദൂര ദൗത്യങ്ങൾക്കായി വിശാലമായ കോക്പിറ്റോടെ രൂപകൽപ്പന ചെയ്ത Su-34 റഷ്യയ്ക്ക് അനുയോജ്യമാണ് എങ്കിലും അതിർത്തിക്ക് തൊട്ടടുത്തുള്ള താവളങ്ങളിൽ നിന്ന് പെട്ടെന്ന് ആക്രമണം നടത്തി തിരിച്ചെത്തുന്ന യുദ്ധതന്ത്രമാണ് നിലവിൽ ഇന്ത്യ പിന്തുടരുന്നത്. പ്രത്യേകമായി ബോംബർ വിമാനങ്ങൾ ഉപയോഗിക്കുന്ന രീതി ഇന്ത്യക്കില്ല. മറിച്ച് മിറാഷ് 2000, റഫാൽ തുടങ്ങി ഏത് ദൗത്യവും ചെയ്യാൻ കഴിയുന്ന വിമാനങ്ങളാണ് ഇന്ത്യ എപ്പോഴും തിരഞ്ഞെടുക്കാറുള്ളത്. നിലവിലുള്ള Su-30 MKI വിമാനങ്ങളെ സൂപ്പർ സുഖോയ് പദ്ധതിയിലൂടെ അത്യാധുനിക തദ്ദേശീയ വിരൂപാക്ഷ ആക്റ്റീവ് ഇലക്ട്രോണിക്കലി സ്കാൻഡ് അറേ റഡാറുകളും ഇലക്ട്രോണിക് വാർഫെയർ സംവിധാനങ്ങളും നൽകി നവീകരിക്കാനാണ് ഇന്ത്യ ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. ഇത് പുതിയൊരു വിമാനം വാങ്ങുന്നതിനേക്കാൾ ചിലവ് കുറഞ്ഞതും കാര്യക്ഷമവുമാണ്. ചുരുക്കത്തിൽ റഷ്യയ്ക്ക് Su-34 ഒരു മികച്ച ബോംബർ ആണെങ്കിലും ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ആവശ്യമായ എല്ലാ സേവനങ്ങളും Su-30 MKI വിമാനങ്ങൾ അതിനേക്കാൾ മികച്ച രീതിയിൽ നൽകുന്നതിനാൽ Su-34 വിമാനത്തിന് ഇന്ത്യയുടെ പ്രതിരോധ പദ്ധതികളിൽ സ്ഥാനമില്ലാതെ പോവുകയായിരുന്നു. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.